കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധരസാന്ത്വനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ഇയ്യോബ് എന്ന മനുഷ്യൻ പറയുന്ന ഒരു മറുപടി പറയുകയാണ്. ആരോട്? എലിഫാസിനോട്, ബിൽദാദിനോട്, സോഫറിനോട്. ഈ 3 സ്നേഹിതന്മാരോട് എന്ത് ചെയ്യാണ്? മറുപടി പറയുന്നൊരു ഭാഗമാണ്. കാര്യം ഈ 16-ാം അധ്യായത്തിനകത്ത് 2-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എന്തും അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വ്യസനിപ്പിക്കുന്ന ദുഃഖത്തിൻ്റെ ആശ്വാസകന്മാരായി മാറുന്ന ഒരു മേഖലയെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടവരികയാണ് അല്ലേ. ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ പല വിഷയങ്ങളെ കൊണ്ട് ഇയ്യോബിനെ കുറ്റം പറഞ്ഞ് അവനെ സ്തോത്രം ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരുടെ തലത്തിലേക്ക് അവർ മാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇയ്യോബ് പറയുകയാണ്, നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധരസ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്തുവാ ഇയ്യോബ് പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ട്, നിങ്ങൾക്കാണ് ഈ പീഡനം, നിങ്ങൾക്കാണ് ഈ കഷ്ടത വന്നിരുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇയ്യോബ് എന്ന ദൈവമനുഷ്യന് കൃത്യമായൊരു ബോധ്യമുണ്ട്. ദൈവം നമുക്ക് അധരം തന്നിരിക്കുന്നത് കഷ്ടതകളിൽ ആശ്വാസമാകാൻ വേണ്ടിയാണ് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതല്ലേ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ആ വിഷയത്തെ പ്രതി അവരെ കുറ്റം വിധിച്ച് അവരുടെ വിശുദ്ധിക്ക് വന്ന കുഴപ്പം കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർ പാപം ചെയ്തത് കൊണ്ടാണ്, അവർ സ്തോത്രം എന്തോ തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന അനേക ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അപകടം വരുന്ന മേഖലകൾ, രോഗങ്ങൾ വരുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ അപകടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാം സംഭവിക്കാം. ഈ വരുന്ന രോഗങ്ങൾ, വരുന്ന അപകടങ്ങളെല്ലാം ആ വ്യക്തി പാപം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണ്. ഇനി അങ്ങനെയാണെങ്കിൽ സ്തോത്രം അല്ലെ, അത് ആ കാര്യം കൈകാര്യം ചെയ്യേണ്ട ദൈവമല്ലേ, നമ്മളാണോ അങ്ങനെ പറയേണ്ടത്, നമ്മളാണോ വിധിക്കേണ്ടത്? ഒരിക്കലും അങ്ങനെയല്ല. സ്തോത്രം. ചില വിഷയങ്ങൾക്കകത്ത് അശുദ്ധിയോ പാപമോ ഒരു കാരണമായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ദൈവമാണ് അതിനകത്ത് ക്ലിയറൻസ് വരുത്തേണ്ടത്, മാനുഷിക മേഖലകളായി നമ്മളല്ല. സ്തോത്രം. എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി നമ്മളെ എന്തിനാണ് ദൈവം വിളിച്ചത് എന്ന് ചോദിച്ചാൽ, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അവിടെ പറയുന്ന വാക്ക് എന്നതാ ബൈബിൾ പറഞ്ഞത്? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എന്തിനാ ദൈവം നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നത്? തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ വേണ്ടിയാണ് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അനേകർക്ക് ആശ്വാസകരമായ, അനേകർക്ക് ബലമായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് അഭിഷേകമായി, അനേകർക്ക് ആത്മനിറവായി ഒക്കെ നമ്മുടെ വാക്കുകൾ മാറട്ടെ. അതിനായിട്ട് നമ്മുടെ അധരങ്ങളെ സ്തോത്രം ഹല്ലേലൂയ കൺവേർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.